വഖഫ് ബിൽ പാസാക്കി മുസ്ലിങ്ങളുടെ സ്വത്ത് ലക്ഷ്യമിട്ടതിന് പിന്നാലെ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി BJP നീക്കം തയ്യാറാക്കിയതെന്നായി KPCC പ്രസിഡന്റ് K സുധാകരൻ MBRSS മുഖപത്രമായ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനപ്രകാരം കത്തോലിക്ക സഭയുടെ പക്കൽ ഏകദേശം 20,000 കോടി രൂപയുടെ സ്വത്തും 17.29 കോടി ഏക്കർ ഭൂമിയും ഉണ്ട് എന്ന് ആരോപിക്കുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിലാണ് സഭയ്ക്ക് ഇത്രയധികം സ്വത്ത് ലഭിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഭൂമി സഭകളുടേതല്ലെന്ന് സർക്കുലർ ഉണ്ടാക്കിയെങ്കിലും തൃപ്തികരമായ രീതിയിൽ അവ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഭൂമിയുടെ നിയമസാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നാണ് RSS മുഖപത്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 2021 ഗവൺമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ പ്രകാരം സഭയ്ക്ക് 2457 ആശുപത്രികളും 240 മെഡിക്കൽ കോളേജുകളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള സർക്കാരിതര ഏജൻസിയാണ് സഭ. മതപരിവർത്തനത്തിനാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നത്. ഗോത്രവർഗക്കാരുടെ ഭൂമി സഭയ്ക്ക് കൈമാറിയ നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. വഖഫ് ഭൂമിയേക്കാൾ കൂടുതലാണ് സഭയുടെ ആസ്തി. ആർക്കാണ് കൂടുതൽ ഭൂമി, പള്ളിക്കോ വഖഫ് ബോർഡിനോ എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. മുസ്ലിങ്ങൾക്ക് പിന്നാലെ സഭയെ വേട്ടയാടുന്നതിന് നന്ദിയായുള്ള കളമൊരുക്കലാണിപ്പോൾ. പച്ചക്കള്ളങ്ങളും വർഗീയതയും കുത്തിനിറച്ചാണ് ലേഖനം. വഖഫ് ബില്ലിൽ പ്രതിഷേധിച്ച് ബെന്നി ബെഹനാൻ MP രാജിവെച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കള്ളപ്രചരണം നടത്തുന്ന പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് RSS മുഖ്യനായ മാധവ് ഗോൾവർക്കർ 1966 ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ലേഖനത്തിൽ ഉള്ളതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.